നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന 3 മുന്നണി സ്ഥാനാർത്ഥികളും കോടിപതികളാണ്. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് 3,66,00,000 രൂപയുടെ ആസ്തിയുണ്ട്. LDF സ്ഥാനാർത്ഥി NMR റസാക്കിന് 2,60,00,000 രൂപയും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 1,95,00,000 രൂപയുടെ ആസ്തിയുമാണുള്ളത്. പിഷാരടിയുടെ കൈവശം 1,00,000 രൂപയും 5 പവൻ സ്വർണവുമുണ്ട്. 97,00,000 രൂപ വില വരുന്ന പാർപ്പിട ഭൂമിയും സ്വന്തമായുണ്ട്. ഭാര്യ സൗമ്യ രമേശിന് 85.61 ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തും 50 പവൻ സ്വർണവുമുണ്ട്. പിഷാരടിക്കെതിരെ പോലീസ് കേസുകളൊന്നുമില്ല. ഒരു കേസിലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. ശോഭാ സുരേന്ദ്രന്റെ കൈവശം 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 23,000 രൂപയുമുണ്ട്. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമാണ് ഏറെയും. NMR റസാക്കിന്റെ കൈവശമുള്ളത് നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ ആസ്തി വിവരത്തിലാണ് ഇക്കാര്യമുള്ളത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, അപ്പോൾ പാലക്കാട് 3 മുന്നണി സ്ഥാനാർത്ഥികളും കോടിപതികളാണെന്നുള്ള വിവരമാണ് വരുന്നത്. അപ്പോൾ NMR റസാക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം വ്യവസായിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആസ്തിയാണ് ഈ വിവരങ്ങളിലൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതിന്റെ ഒരു സോഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിൽസി, ഗ്ലാമർ പോരാട്ടം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും കോടിപതികളാണ് എന്നുള്ളതാണ്. അതിൽ ഈ രമേശ് പിഷാരടിക്ക് ഉള്ളത് 3,66,00,000 രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. NMR റസാക്കിന് 2,60,00,000 രൂപയുടെ ആസ്തിയും ശോഭാ സുരേന്ദ്രന് 1,95,00,000 രൂപയുടെ ആസ്തിയുമാണ് ഉള്ളത്. ഇതിൽ നമുക്കറിയാം NMR റസാക്ക് ഹോട്ടൽ വ്യവസായിയാണ്. ഈ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമാണ്. പിഷാരടിയും സിനിമാ നടൻ മാത്രമല്ല, ഈ എന്റർടൈൻമെന്റ് രംഗത്ത് നിരവധി ബിസിനസ്സുകൾ കൂടി ചെയ്യുന്ന ഇവന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വരുമാനത്തിൽ നിന്നാണ് പിഷാരടിക്കും ഈ കോടികൾ സമ്പാദിച്ചത്. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ കാര്യമായ ബിസിനസ്സും മറ്റും ഒന്നുമില്ല. പക്ഷെ അവർക്ക് 1,95,00,000 രൂപയുടെ വരുമാനം ഉണ്ട്. ഇതിൽ ഭൂമിയും അതോടൊപ്പം തന്നെ മറ്റ് ആസ്തികളുമുണ്ട്. ഇതിൽ ഈ പിഷാരടിയുടെ പേരിൽ സ്വന്തമായി കാറില്ല എന്നുള്ളത് കൂടി അതിൽ ഒരു കൗതുകമുള്ള കാര്യമാണ്. എന്നാൽ ഭാര്യയുടെ പേരിൽ കാറുണ്ട്, 50 പവൻ സ്വർണമുണ്ട്. ഈ ശോഭാ സുരേന്ദ്രന്റെ കൈവശം 23,000 രൂപയും 8 പവന്റെ സ്വർണ്ണാഭരണവും ഉണ്ട് എന്നുള്ളതാണ് ഈ രേഖകളിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ അവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ സമർപ്പിച്ച കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിൽസി.